ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മകൻ ഇപ്പൊ ഭാര്യയുടെ സങ്കടം മാത്രമേ കാണുന്നുള്ളൂ നീരജ്. നമ്മൾ ആരും പറയുന്നൊന്നും അവന് മനസ്സിലാവില്ല. ഈ ചെറിയ സമയം കൊണ്ട് ഇവനെ ഇങ്ങനെ ആക്കി എടുക്കാൻ ചിലർക്ക് സാധിച്ചു. അതൊരു വലിയ കഴിവ് തന്നെയാ. പ്ലീസ് ഒന്നുമില്ലടാ, വിഷമിക്കാതെ. ഞാനത് ചെയ്തിട്ടില്ല ചേച്ചി. ആ വീഡിയോ ഫേക്കാ, ഞാൻ ചെയ്തിട്ടില്ല. കരയാതെ കരയാതെ, പിന്നെ എനിക്കറിയാലോ, ഒരു കള്ളവും അവസാനം വരെ നിലനിൽക്കില്ല. നിന്റെ ഭാഗത്തെ സത്യം പുറത്തു വരും, ഉറപ്പാ. നീ വന്നേ, വായിച്ചല്ലേ എനിക്ക് മോനെ. കരയാതെടാ, നിനക്ക് ചേച്ചിയില്ലേ? ഹലോ മാഡം, ഞാൻ വിളിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ ഒരു ഇൻസിഡന്റ് ഇല്ലേ? യെസ് മാം. ഒരു പയ്യൻ ദേഹത്ത് മുട്ടി എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ വീഡിയോ അല്ലേ? അതെ. അതിന്റെ സത്യാവസ്ഥ എനിക്കൊന്ന് അറിയണം. ആ, അതത്ര അറിയാനൊന്നുമില്ല. ആ പെൺകുട്ടി റീച്ചിന് വേണ്ടി ഓരോ കണ്ടന്റ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാ. എങ്കിലത് വെളിച്ചത്ത് കൊണ്ടുവരണം. ആ സംഭവത്തെക്കുറിച്ച് ഒരു സ്റ്റോറി നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യണം. ആ പെൺകുട്ടിയുടെ തനിനിറം നാട്ടുകാരെന്ന് അറിയട്ടെ. അഭിജിത്ത് നിരപരാധിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റും. ഇല്ല മാഡം, ഇപ്പൊ എല്ലാവരും ആ പെൺകുട്ടിക്കൊപ്പമാ. അത് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ന്യൂസ് ഇട്ടാ എല്ലാവരും നമുക്കെതിരെയാവും. അവൾ ചെയ്യുന്ന വീഡിയോ ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം നമ്മൾ മിണ്ടാതിരിക്കുന്ന നല്ലത്. എനിക്ക് മനസ്സിലായി. നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കട്ടെ. അതിനുശേഷം ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. ഓക്കെ എന്നാ. താനിങ്ങനെ വിഷമിച്ചെന്നിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വേണം നോക്കാൻ. അബിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. അബി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തിന്നുന്നതും കഴിക്കുന്നതും വരെ അവർക്ക് വ്ളോഗാണ്. അല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തരക്കാർക്ക് ആവശ്യത്തിലെത്തിക്കാൻ കാശും കിട്ടുന്നുണ്ട്. ആ കാശിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതെ, പോരാത്തതിന് സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ കുറെ നിയമങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ടല്ലോ. അത് ശരിയാ. ഇവളെ പോലുള്ള ആൾക്കാർ കാരണം നാളെ സത്യസന്ധമായ പരാതിയും കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പോലും നീതി ലഭിക്കാത്ത അവസ്ഥയാവും. അതുറപ്പാണ്. ഇതൊന്നും അല്ല, അബി ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. അത് മാത്രം ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്തവൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞു തളർന്ന് നിന്നാ നിപ്പ് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അഭിയുടെ പേരിൽ വന്നിരിക്കുന്ന ഈ ഫേക്ക് ന്യൂസിന് പിന്നിലെ യഥാർത്ഥ സത്യം നമ്മൾ കണ്ടെത്തും. അതെ മോളെ, മോള് ധൈര്യമായിട്ടിരിക്കും. അബിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതെ, ഉടനെ തന്നെ അഖിലിനെ വിളിക്കണം. കിരൺ, ഹലോ അഖിൽ, അബിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യം എനിക്കറിയണം. അതിന് എത്രയും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത പെൺകുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ ജെഡി, ഞാൻ ഉടനെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വിളിക്കാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ.
അശി എടോ അശി താനിങ്ങനെ കരയാതെ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം പൃഥ്വി? ഇത്ര വലിയൊരു നാണക്കേട് വന്നാ സന്തോഷിക്കാൻ പറ്റുമോ? എന്നാൽ അഭി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല അവനെ കുറിച്ച് കരുതിയത്. ഒരു വീഡിയോ കണ്ടെന്ന് കരുതി അവനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പാടില്ല. അതിന്റെ സത്യം എന്താണെന്ന് ആദ്യം അന്വേഷിക്കാം. അതല്ലേ വേണ്ടത്. ഇനി എന്താ പൃഥ്വി നിനക്ക് അന്വേഷിക്കാനുള്ളത്? അതിൽ കണ്ടത് അഭിജിത്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നിനക്ക് സംശയമൊന്നുമില്ലല്ലോ. അതെ, ഏതായാലും വലിയ കഷ്ടമായി പോയി. അഭിജിത്ത് ഇങ്ങനൊരു വൃത്തികെട്ടവനാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അമ്മാവനും അമ്മായി എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ കുടുംബം ശരിയല്ല, ഈ കല്യാണം നടത്തരുതെന്ന്. അന്ന് ആരും അത് കേട്ടില്ല. അതിന്റെ ആയിപ്പോയി അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായതിന് എന്നെ എന്തിനാ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നേ? അതെ, നമ്മളെ പോലെ തന്നെയല്ല അശിയും കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടെ ഇട്ട് കുത്തി പറഞ്ഞു വേദനിപ്പിക്കുന്ന എന്തിനാ? അതെന്താ പൃഥ്വി നീ അങ്ങനെ പറഞ്ഞത്? അഷിതയുടെ വീട്ടുകാരുടെ കാര്യം ഇവളോടല്ലാതെ ആരോടാ ചോദിക്കേണ്ടത്? എന്റെ മകൻ ഇപ്പൊ ഭാര്യയുടെ സങ്കടം മാത്രമേ കാണുന്നുള്ളൂ നീരജ്. നമ്മൾ ആരും പറയുന്നൊന്നും അവന് മനസ്സിലാവില്ല. ഈ ചെറിയ സമയം കൊണ്ട് ഇവനെ ഇങ്ങനെ ആക്കി എടുക്കാൻ ചിലർക്ക് സാധിച്ചു. അതൊരു വലിയ കഴിവ് തന്നെയാ. അമ്മ പ്ലീസ്, അമ്മ എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ എന്നെ എന്തിനാ വേദനിപ്പിക്കുന്നത്? ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഷി. നാണക്കേട് കാരണം പല്ലവി പോലും കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. കല്യാണത്തിന് വന്ന അവളുടെ ഫ്രണ്ട്സ് എല്ലാം അഭിജിത്തിനെ കണ്ടതല്ലേ? എന്റെ പൊന്നു ചെറിയമ്മേ, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം സത്യമൊന്നുമല്ല. വീഡിയോ ഒരുപാട് വരുന്ന സമയം. അപ്പൊ ആ വീഡിയോയില് കണ്ടത് നിന്റെ അളിയനല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സത്യം അറിയാതെ അഭിയെന്നല്ല ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൃഥ്വി. എന്റെ വീട്ടുകാര് കാരണം സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നുമില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിന് അഷിതയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സംസാരിക്കുക തന്നെ വേണം. ചിറക്കൽ കുടുംബക്കാരെ ആളുകൾക്ക് അധികം അറിയില്ലായിരിക്കും. പക്ഷേ ഇന്ദ്രപ്രസ്ഥം വീട്ടിലെ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് അവരെ എല്ലാവർക്കും അറിയാം. ആ ഒരു ചിന്ത ആ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവണം. അതെ, വേറെ എന്ത് കാര്യമായാലും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ ഇതുപോലൊരു വൃത്തികെട്ട കാര്യത്തിന് ഒരു ന്യായീകരണവും പറ്റില്ല. എനിക്കൊരു മകളുള്ളതാ. അതുകൊണ്ട് ഇതുപോലത്തെ ഞരമ്പ് രോഗികൾക്ക് വേണ്ട ശിക്ഷ തന്നെ കിട്ടണം.